ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ കുഞ്ഞാ വിളിക്കുന്നത് എനിക്ക് ക്ലാസ് കഴിഞ്ഞോ എന്ന് വെച്ചിട്ട് ഓൾ ഇന്ന് ക്ലാസ്സിൽ ഉച്ചവരെ ഇരുന്നിട്ടുണ്ടായിട്ടും നല്ല വയറുവേദന ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ടാക്കി. അപ്പം എനിക്കും ഉച്ചവരെ ക്ലാസ് ഉണ്ടായിട്ടു. അങ്ങനെ ഓൾ നേരെ എൻ്റെ ക്ലാസ്സിൻ്റെ അടുത്തേക്ക് വന്നു. ഓൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് അടങ്ങും പോയിട്ട് ഫുഡ് കഴിക്കാൻ എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അതിനിടയിലാണ് എൻ്റെ ക്ലാസ്സിലെ രണ്ടെണ്ണത്തിനെ കണ്ടത്. രണ്ടും കൂടി സ്മൂച്ചോയിലേക്ക് പോയെന്ന് നമ്മളോട് മാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്മൂച്ചോയിലേക്ക് പോയിട്ട് നമുക്ക് ഷവർമ്മ കഴിക്കണമെന്നുണ്ടായത്. അങ്ങനെ നേരെ ഷവർമ്മ കഴിക്കാൻ വേണ്ടി കയറി. നമുക്ക് രണ്ടാൾക്കും വീട്ടിൽ നിന്ന് വിലക്ക് കിട്ടിയിട്ട് അതിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറേ ആയി അടുപ്പിച്ച് പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പം കുറേ ആൾ നമ്മൾ സ്റ്റാറ്റസ് സ്റ്റോറിയെല്ലാം കണ്ടിട്ട് ചീത്ത പറയുന്നത് അപ്പം അങ്ങനെ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കല്ല മോശമാണെന്ന്. പറ്റേണ്ട ഇത് കൺട്രോൾ ചെയ്യാൻ. പുറത്തിറങ്ങുമ്പോൾ ആണെങ്കിൽ വിശന്നിട്ടാണെങ്കിൽ ഓരോ ഫുഡ് കാണുമ്പോൾ വെറിയായിട്ട് കഴിച്ചും പോകുന്നു. അപ്പം രണ്ട് ഷവർമ്മ പ്ലേറ്റും പിന്നെ 2 ചിക്കുവാന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഞാനാണെങ്കിൽ ചിക്കു ജ്യൂസ് കുടിച്ച് ആ സ്ട്രോ ഇങ്ങനെ പതഞ്ഞു പോയി. പിന്നെ അതിൽ നിന്ന് കിട്ടുന്നില്ല. എനിക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നു മറ്റേ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കത്തിൽ ബിന്ദു പണിക്കരോട് എങ്ങനെയുണ്ട് ചോദിച്ചപ്പം എനിക്ക് കിട്ടണില്ല അറിയുന്നില്ലേ. ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അത് വലിച്ചിട്ടും കിട്ടുന്നുണ്ടായിട്ടാ. അങ്ങനെ ഞാൻ ആ സ്ട്രോ എടുത്ത് മാറ്റിയിട്ട് മാറ്റച്ചൻ എന്നെ എടുത്ത് കുടിച്ചു. കുഞ്ഞാവി നിന്ന് ചിരിക്കുന്നത് ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ചിരിച്ചാപ്പിനെ നിർത്താൻ പറ്റൂല. പ്രത്യേകിച്ച് എൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ ഞാനും അങ്ങനെ എനിക്കും ചിരിച്ചാപ്പിനെ നിർത്താൻ പറ്റുകയില്ല. എൻ്റെ ഒപ്പം കുഞ്ഞാക്കലമ്പം നിൻ്റെ അപ്പം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഒരുമിച്ച് ചിരി തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റുകയില്ല. വെള്ളി നക്ഷത്രത്തെ ജഗദീഷും ജഗതിയും പോലെ. അവരിൽ ഒരാൾ കരയുമ്പോൾ മറ്റയാൾ ചിരിക്കുമ്പോൾ മറ്റയാൾ കരയിലാണല്ലേ. ഇത് നേരെ തിരിച്ചാണ്. രണ്ടാളും ചിരിച്ചോണ്ടിരിക്കലാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നല്ല മഴയാണെന്നുണ്ടായത്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് കുട എടുത്തുകൊണ്ട് നനയാണ്ട് വീട്ടിലേക്ക് എത്തി. ഇല്ലെങ്കിൽ അധികം ഞാൻ കുട മറക്കലുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്